Next question number 11. Question number 11 മെട്രിക്സിൽ നിന്നുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട്, നോൺ ഹോമോജീനിയസ് ആണ്, അതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ട്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ലാംഡ പ്ലസ് മ്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്രാമേഴ്സ് റൂൾ പ്രകാരം അറിയാം ഡെൽറ്റ ഈക്വൽ ടു 0 ആയിരിക്കണം. മാത്രമല്ല ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഡെൽറ്റ 3ഉം ഈ 4 ഡിറ്റർമിനൻസും ഈക്വൽ ടു 0 ആയിരിക്കണം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ 4 ഡിറ്റർമിനൻറ്റ് ചെയ്താൽ ഈക്വൽ ടു 0 കിട്ടും. ഇതിൽ 2 അൺനോൺ ഉണ്ട്, ലാംഡയും മ്യൂവും. അപ്പോൾ ഏതെങ്കിലും 2 ഡിറ്റർമിനൻറ്റ് കണ്ടാൽ മതി, അപ്പോൾ ലാംഡയും മ്യൂവും കിട്ടും. അപ്പോൾ ഇനി ഡിറ്റർമിനൻസ് നമുക്ക് 4 ഡിറ്റർമിനൻസ് ഉണ്ട്, ലാംഡ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ചെയ്യണം, അപ്പോൾ ലാംഡയും മ്യൂവും കിട്ടും. ഇനി നിങ്ങൾ ഡെൽറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെൽറ്റ ചെയ്യാൻ നോക്കിയാൽ ഡെൽറ്റ 1 2 -3 2 ലാംഡ 5 14 3 മ്യൂ. ഡെൽറ്റ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റയിൽ ലാംഡയും മ്യൂവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ ചെയ്യാൻ നോക്കിയാൽ അവിടെ ലാംഡയുടെ ടേംസ് വരും, മ്യൂവിൻ്റെ ടേംസ് വരും, ലാംഡ മ്യൂ ഇങ്ങനത്തെ കുറേ ടേംസ് വരും. അപ്പോൾ ഡെൽറ്റ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ അല്ല ചെയ്യേണ്ടത്, ഈ 4 ഏതെങ്കിലും ചെയ്താൽ മതി, ഏതെങ്കിലും 2 ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ ചെയ്താൽ ലാംഡയും മ്യൂവും കൂടി വരും. അപ്പോൾ ഈ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡെൽറ്റ 1 ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഡെൽറ്റ 1 ചെയ്താൽ ഈ കോളമാണ് റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുക. അപ്പോഴും അവിടെ ലാംഡ മ്യൂ പിന്നെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ 2ഓ ഡെൽറ്റ 3ഓ ചെയ്താൽ അതിൽ ലാംഡയോ മ്യൂ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡെൽറ്റ 2 എടുക്കാം. 1 2 14. ഡെൽറ്റ 2 ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ കോളം 2 5 33 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. -3 5 മ്യൂ ഈക്വൽ ടു 0. ഇതാണ് ഡെൽറ്റ 2. ഇവിടെ നോക്കിയാൽ മ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ മ്യൂവിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ മ്യൂവിൻ്റെ വാല്യൂ എന്തായാലും ഡിറ്റർമിനൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. 5 മ്യൂ മൈനസ് 33 165. 33 × 5 165 minus 2 into 2 mu minus 70 minus 3 into 66 minus 70 equal to 0. അപ്പോൾ 5 mu minus 165 minus 4 mu plus 70 ഇതിൻ്റെ വാല്യൂ -4 ആണ്. അപ്പോൾ ഇത് +12 ഈക്വൽ ടു 0. +12 ഇത് 2 × 40 ഇത് 140 ആണ്. അപ്പോൾ ഇവിടെ 5 മ്യൂ മൈനസ് മ്യൂ ഈക്വൽ ടു 165 മൈനസ് 152 മ്യൂ ഈക്വൽ ടു 13 എന്ന് കിട്ടും. മ്യൂ ഈക്വൽ ടു 13 കിട്ടും. ഇനി ഡെൽറ്റ 3 തന്നെ കാണാൻ പോകണമെന്നില്ല, കാരണം ഡെൽറ്റയിൽ ഇപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ അറിയാമല്ലോ. അപ്പോൾ ഡെൽറ്റ വെച്ചിട്ട് തന്നെ കാണാൻ പറ്റും. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1 2 -3 2 ലാംഡ 5 14 3 മ്യൂ ആയിരുന്നല്ലോ, അതിലിപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ അറിയാമല്ലോ, മ്യൂ ഈക്വൽ ടു 13. ഡെൽറ്റ 3 കാണാൻ പോകാത്തതിൻ്റെ കാരണം ഡെൽറ്റ 3 ചെയ്യുമ്പോൾ അതിൽ വീണ്ടും 33 വരും. 33 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് വലിയ നമ്പർ അല്ലേ, അതുകൊണ്ടാണ് ഡെൽറ്റ തന്നെ എടുത്തത്. ഡെൽറ്റ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ ലാംഡ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ലാംഡേൻ്റെ വാല്യൂവും കിട്ടും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ 13 ലാംഡ മൈനസ് 15 -2 × 26 - 70 -3 × 6 - 14 ലാംഡ ഈസ് ഈക്വൽ ടു 0. 13 ലാംഡ മൈനസ് 15 ഇതിൻ്റെ വാല്യൂ -44 ആണ്. അപ്പോൾ 88 -18 + 42 ലാംഡ ഈക്വൽ ടു 0. 42 ലാംഡ 52 ലാംഡ 14 30 42 ലാംഡ -3 × 6 - 14. അപ്പോൾ ഇത് 55 വരും. 55 ലാംഡ ഈസ് ഈക്വൽ ടു 33 - 88. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു -1. ലാംഡ ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് വേണ്ടത് മ്യൂ പ്ലസ് ലാംഡയാണ്. 13 - 11 = 12 ആണ് ആൻസർ വരിക. ഓപ്ഷൻ 4 12 ആൻസർ വരും.
ഓപ്ഷൻ 4 12.